അമ്മയ്ക്കൊന്നും പറയാനില്ല. അമ്മ പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറഞ്ഞത് മുഴുവനും സുവിശേഷമാണ്. അവൻ പഠിപ്പിച്ചത് സുവിശേഷത്തിൻ്റെ വഴിയാണ്. അവനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ അവൻ്റെ വഴിയിലൂടെ അവൻ പറയുന്നത് കേട്ടു നടക്കണം. അവൻ പറഞ്ഞതെല്ലാം അനുസരിക്കണം. അവനാണ് യഥാർത്ഥ രക്ഷകൻ. ഇതാണ് അമ്മ പറഞ്ഞു തരുന്നത്. സഭ ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന ഏറ്റവും വലിയ പിറവി തിരുനാൾ അത് മെശിഹായുടെ പിറവി തിരുനാളാണ്, ക്രിസ്മസ്. 3 പിറവി തിരുനാളുകളാണ് സഭ ആഘോഷിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷാൽ ദൈവപുത്രൻ തന്നെയായ ഈശോ മെശിഹായുടെ പിറവി തിരുനാളായ ക്രിസ്മസ്. രണ്ടാമത്, ഈശോ മെശിഹായ്ക്ക് ജന്മം കൊടുത്ത പരിശുദ്ധ മറിയത്തിൻ്റെ പിറവി തിരുനാൾ. 3, സ്നാപക യോഹന്നാൻ്റെ പിറവി തിരുനാൾ. ബാക്കി എല്ലാവരുടെയും മരണ ദിവസമാണ്, അല്ലെ രക്തസാക്ഷിത്വ ദിനമാണ് വിശുദ്ധരുടേത് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 3 വ്യക്തികളുടെ മാത്രമാണ് പിറവി നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണത്? അവർ ജന്മത്തിൽ തന്നെ വലിയ നിയോഗം ഏറ്റുവാങ്ങിയ വിശുദ്ധിയുടെ കൃപയുടെ നിറവായിരുന്നു. ഈശോ മിശിഹ ദൈവം തന്നെയായിരുന്നവൻ കൃപയുടെ നിറവായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ഉദ്ഭവാവുമില്ലാതെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൃപാവര പൂർണ്ണയായി പിറന്നവളായതുകൊണ്ട് അവളുടെയും ജന്മം നമ്മൾ ആഘോഷിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവകൃപയാൽ അനുഗ്രഹീതനായി തീർന്ന സ്നാപക യോഹന്നാൻ്റെയും ജന്മം നമ്മൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭാപിതാക്കന്മാർ എത്ര വലിയ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നതെന്നറിയാമോ? സഭാപിതാവായ എഫ്രേമിൻ്റെ ഒരു ഗീതമുണ്ട്, മനോഹരമായ ഒരു ഗീതം. നമ്മൾ അത് മംഗലവാർദ്ധക്കാലത്തെ ബുധനാഴ്ച റംശാ പ്രാർത്ഥനയിലെ ഒനീസാദ്വാസറാണ്. കന്യകയിൽ വിരവോട് അഗ്നി ജ്വലിക്കെങ്കിലും ഇല്ല ദഹിച്ചില്ല ജ്വാലയിൽ അവൾ തെല്ലും, സമ്പന്നൻ തൻ മാതൃപദം നിഷ്കിഞ്ചന നേടി. മനോഹരമായ ഒരു ഗീതമാണത്. കന്യകയിൽ വിരവോട് അഗ്നി ജ്വലിക്കെങ്കിലും ഇല്ല അവൾ ആ ജ്വാലയിൽ ദഹിച്ചില്ല. ഇത് മോശയ്ക്ക് ദൈവം ഹോറേബിൽ അഗ്നിച്ചെടിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്. അങ്ങനെ അഗ്നിച്ചെടിയായി ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം നിറഞ്ഞു നിന്ന് എരിഞ്ഞു നിന്ന് ആ അഗ്നിച്ചെടി കത്തിപ്പോയില്ല. കത്തുന്നുണ്ടെങ്കിലും കരിയാതെ ശോഭിച്ചു നിന്ന അഗ്നിച്ചെടിയാണ് മാതാവ് എന്നാണ് എഫ്രേം പുണ്യവാൻ പറയുന്നത്. അപ്പോൾ അത്ര കണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ചു നിന്ന അമ്മ ഒരടയാളമായിട്ട്, പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. മാതാവിൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചിരുന്ന ഈ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മളും ഏറ്റുവാങ്ങണമെന്ന് ഇന്ന് അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാൻ പറ്റണം. അതുപോലെ സ്ലീഹാകാലത്തെ മറ്റൊരു ഒനീസാദ് സപ്രായിൽ ബുധനാഴ്ചത്തെ സപ്രാ നമസ്കാരത്തിൽ മനോഹരമായ മറ്റൊരു പ്രതീകമുണ്ട് മാതാവിനെ കുറിച്ചുള്ളത്. ഇതെല്ലാം പിതാക്കന്മാരുടെ കൈവാറപ്പെടുന്ന വിശുദ്ധ പൈതൃകങ്ങളാണ്, മനോഹരമായ ആഴമായ ധ്യാനങ്ങളാണ്. ദർശനവേളയിൽ ഒരു വാതിൽ ഭദ്രമടഞ്ഞു കിടന്നപ്പോൾ നിവ്യാ കേട്ടിതമാത്മാവിൽ വാതിലിതെങ്ങനെ നിലനിൽക്കും, ഇസ്രായേലിൻ കർത്താവി വാതിലിലൂടെ ഇവിടെ എത്തിയിടും, നിവ്യാ കണ്ടോരീ വാതിൽ മറിയത്തിൻ പ്രതിരൂപം താൻ. എസെക്കിയേലിൻ്റെ സ്വർഗദർശനമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 44 അധ്യായം 2-ാമത്തെ തിരുവചനം. മനോഹരമായ ഒരു വലിയ അടയാളമാണത്. തുറക്കാതെ കിടക്കുന്ന ഒരു വാതിൽ, ഭദ്രമടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ. ഈ വാതിൽ എന്നാ തുറക്കുന്നത്? ഇത് കർത്താവ് കടന്നു വരുമ്പോഴേ ഈ വാതിൽ തുറക്കുകയുള്ളൂ. അതാണ് നിവ്യ കണ്ടത്, പ്രവാചകൻ കണ്ട വാതിലാണ്. ഈ വാതിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ദൈവമേ, ഈ വാതിൽ എന്നാ തുറക്കുന്നത് എന്ന് പ്രവാചകൻ ഇങ്ങനെ ആരായുകയാണ്. ആ വാതിലിൽ തുറന്നുകൊണ്ട് കർത്താവ് ഒരു നാൾ എത്തും. ആ തുറക്കാതെ അങ്ങനെ അടഞ്ഞു കിടന്ന വാതിൽ പരിശുദ്ധ മറിയം തന്നെയാണെന്ന് സഭാപിതാക്കന്മാർ മനോഹരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാതിലിലൂടെ കർത്താവ് രക്ഷകനായിട്ട് നമ്മുടെ ഇടയിൽ കടന്നു വന്ന് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. ഈ രക്ഷയുടെ കവാടം തുറന്നെത്തിയ കർത്താവിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്തണം. അത് മാതാവിലൂടെയാണ് എളുപ്പം. അമ്മ ഈ കവാടത്തിലൂടെ തന്നെ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ അങ്ങോട്ട് എത്തിക്കും. അതാണ് അമ്മയുടെ മാധ്യസ്ഥം എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയാണ് കാനായിൽ ഇടപെടുന്നത്. കാനായിലെ കല്യാണ വേളയിൽ ആ സങ്കടങ്ങളുടെ നടുവിലേക്ക് അമ്മ ഇറങ്ങി ചെന്നിട്ട് മകനോട് പറഞ്ഞതിന് ശേഷം അവരോട് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മാതാവ് സ്വന്തമായിട്ട് ഞാൻ പറയുന്നങ്ങ് ചെയ്താൽ മതി എന്നൊന്നുമല്ല പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുകയാണെന്നും അല്ല പറഞ്ഞ്. അമ്മയ്ക്കൊന്നും പറയാനില്ല. അമ്മ പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക.
അവൻ പറഞ്ഞത് മുഴുവനും സുവിശേഷമാണ്. അവൻ പഠിപ്പിച്ചത് സുവിശേഷത്തിൻ്റെ വഴിയാണ്. അവനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ അവൻ്റെ വഴിയിലൂടെ അവൻ പറയുന്നത് കേട്ടു നടക്കണം. അവൻ പറഞ്ഞതെല്ലാം അനുസരിക്കണം. അവനാണ് യഥാർത്ഥ രക്ഷകൻ. ഇതാണ് അമ്മ പറഞ്ഞു തരുന്നത്. അപ്പോൾ അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മാതാവിലൂടെ പുത്രനിലേക്ക്, ദൈവത്തിൻ്റെ ഹിതാനുസാരം ജീവിക്കാനുള്ള കൃപയിലേക്ക് നമ്മെ നടത്തും. എന്താണ് മാതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാലാഹ പറഞ്ഞത്? ഗബ്രിയേൽ മാലാഹ, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇത് മാതാവിന് മാത്രം ലഭിച്ച ഒരു അനുഗ്രഹമല്ല. കൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്ങനെയാണ് ഈ കൃപയിൽ നിറയേണ്ടത്? കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. ഒരു കുടുംബജീവിതം, ഒരു സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം, നമ്മൾ വ്യത്യസ്തമായ മേഖലകളിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ, അതെല്ലാം കൃപ നിറഞ്ഞതായിരിക്കണം എന്ന് പറയാറുണ്ട്. ഒരു കൃപയില്ലാത്ത ചേട്ടനാത്, ഒരു കൃപയില്ലാത്ത കുടുംബമാണ്, ഒരു കൃപയില്ലാത്ത അച്ഛനാ, മെത്രാന, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ആളുകൾ. കൃപയില്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറവുണ്ട്, ഒരു ശരിയായ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അപ്പം ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ദൈവം തരുന്ന ആ വരപ്രസാദമാണ് കൃപാവരം എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക? അത് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല. നമ്മുടെ വ്യക്തിപരമായ പരിശ്രമം കൊണ്ട് മാത്രം തന്നിഷ്ടപ്രകാരം നേടിയെടുക്കാവുന്ന ഒന്നല്ല കൃപ. ഒരു വനാന്തരത്തിൽ പോയി തപസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ തന്നിഷ്ടപ്രകാരമുള്ളത് എന്തെല്ലാം ചെയ്താലും ഈ കൃപ കിട്ടണം എന്ന് നിർബന്ധമില്ല. കിട്ടാം, കിട്ടാതിരിക്കാം. അപ്പോൾ കൃപ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ തിരുവചനങ്ങളിൽ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ മിശിഹായിലൂടെ കൃപയും സത്യവും നൽകപ്പെട്ടു. അവൻ പിതാവിൻ്റെ മഹത്വമാണ്. ഈ മഹത്വം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടു. അവനെ സ്വീകരിക്കുന്നവർക്ക്, അവനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് ഈ കൃപ നൽകപ്പെട്ടു. ഇത് സൗജന്യദാനമാണെന്ന് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പ്രത്യേകമായി പറയും. അപ്പം പിന്നെ ചുമ്മാ കിട്ടുമോ? വെറുതെയാണ് ദൈവം തരുന്നത്. പക്ഷെ സ്വീകരിക്കാൻ തയ്യാറാവണം. സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കാത്തവർക്ക് ഈ കൃപ കിട്ടുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോ മിശിഹായിലൂടെയാണ് ഈ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള കൃപയുടെ സ്രോതസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കൃപ സ്വന്തമാക്കേണ്ടത്? കൃപ സ്വന്തമാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പ്രകീർത്തിക്കാൻ പറ്റും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയും. കൃപ നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത് സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഐശ്വര്യവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം നിറഞ്ഞതാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. സമാധാനം വേണം, സന്തോഷം വേണം, ആനന്ദം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഉണ്ടാവണം. അതുണ്ടാകണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. എങ്ങനെ ഉണ്ടാവണം, എന്തു ചെയ്യണം, അതാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണത്. ഈശോ മിശിഹായെ കേൾക്കുകയും കാണുകയും സ്വീകരിക്കുകയും ചെയ്യുക സഭയിലൂടെ. അതാണ് കൃപ സ്വീകരിക്കാനുള്ള വഴി. ഈശോ മിശിഹായെ, പിതാവ് അയച്ച രക്ഷകനായ മിശിഹായെ, സുവിശേഷങ്ങൾ നൽകുന്ന പാഠം അതാണ്. പിതാവ് അയച്ച ഏകരക്ഷകനായ മിശിഹായെ കാണുകയും കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃപ ലഭിച്ചു. അപ്പം മിശിഹായെ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മിശിഹായുടെ തുടർച്ചയായ സഭയിലൂടെ സഭയെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കണം. അതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. പരിശുദ്ധ അമ്മ അസ്വസ്ഥമായ സാഹചര്യങ്ങളുടെ നടുവിൽ, ഉത്തരം കിട്ടാത്ത സമസ്യകളുടെ നടുവിൽ എന്തു ചെയ്യണം, എന്താണ് ഉത്തരം കൊടുക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളിന്ന് വായിച്ച് ശ്രവിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ പൂർവിക അടയാളങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അബ്രാഹത്തിൻ്റെയും ഇതര പിതാമഹന്മാരുടെയും വിശ്വാസത്തിൻ്റെ പൂർവിക സാന്നിധ്യങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ദൂതൻ നൽകിയ വെളിപ്പെടുത്തലിന് 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ സമ്പൂർണ്ണ സമർപ്പണമാണ് നമുക്ക് ആവശ്യം. ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയുമ്പോൾ മിശിഹായെ നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക്. അതിന് മാനസാന്തരം ആവശ്യമാണ്. പാപങ്ങളോർത്ത് അനുദപിക്കണം. അനുദപിക്കുന്ന ഹൃദയത്തോടുകൂടി
സുവിശേഷത്തിൽ വിശ്വസിക്കുക, മിശിഹായിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മെ തന്നെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് മിശിഹായെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചേറ്റു പറയുമ്പോൾ നമുക്ക് ഈ കൃപ ലഭിക്കും. കൃപ ലഭിക്കണമെങ്കിൽ നമുക്ക് വിനയം വേണം, എളിമയോടുകൂടി വേണം നമ്മൾ നിർവഹിക്കാൻ. കൃപ ലഭിച്ചവരുടെ അടയാളവും അത് തന്നെയാണ്. കൃപ ലഭിച്ചവർ വിനയമുള്ളവരായിരിക്കും, കൃപ ലഭിച്ചവർ സ്നേഹമുള്ളവരായിരിക്കും, കൃപ ലഭിച്ചവർ ക്ഷമയുള്ളവരായിരിക്കും, കൃപ ലഭിച്ചവർ മിശിഹായുടെ തുടർച്ചയായ സഭയാകുന്ന അമ്മയോട് ചേർന്ന് ചിന്തിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകും. അതൊക്കെ വചനത്തിലൂടെ നൽകുന്ന പാഠങ്ങളുടെ സംഗ്രഹം ഞാനിവിടെ ചുരുക്കി പറയുകയാണ്. കൃപ ലഭിച്ചവർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുമെന്നർത്ഥം ചുരുക്കത്തിൽ. അപ്പോൾ കൃപ ലഭിച്ചത് ആരാണെന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. നമ്മൾ മറ്റാരെയും അളക്കാൻ പോകണ്ട, വ്യക്തമാകണമെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കൃപ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവാണ് കൃപാദാതാവ്. കൃപാവരം ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. മാതാവിന് ദൈവദൂതൻ കൊടുത്ത അറിയിപ്പ് എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം കൃപ നിറഞ്ഞവളായ അവളുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടി പരിശുദ്ധാത്മാവ് കടന്നു വരിക. അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരു അഭിഷേകം മാതാവിന് ലഭിക്കുകയാണ്. അപ്പം എല്ലാ അസാധ്യതകളെയും അതിജീവിക്കുവാനുള്ള കരുത്ത്, അനുഗ്രഹം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും സഹനങ്ങളും സങ്കടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കണ്ണീരുമൊക്കെയാണ് തോരാതെയുള്ളത്. ചിലപ്പോൾ മഴ പോലെ തോരാത്ത കണ്ണീര് ജീവിതത്തിലും വന്നു വീഴാം. അവിടെയൊക്കെ നമ്മൾ അസ്വസ്ഥരായിട്ട് ഇടറിപ്പോകാൻ ഇടയുണ്ട്. പരിശുദ്ധ അമ്മ കണ്ണീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ അവസാനത്തെ തുള്ളി രക്തം തൻ്റെ ശിരസിലേക്ക് ഇറ്റുവീഴുന്ന വിധം ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ ചിതറിത്തെറിച്ച ആ പുഴ പോലെ ഒഴുകിയ രക്തത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നപ്പോഴൊന്നും അവൾ ഇടറി തകർന്ന് വീഴാതെ ഇരുന്നതിൻ്റെ കാരണം കൃപ നിറഞ്ഞവളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വരില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലുമൊക്കെ സഹനങ്ങൾ ഉണ്ടല്ലേ, ഉണ്ടാകും. സ്വാഭാവികമാണത്. മനുഷ്യജന്മത്തിൻ്റെ അനിവാര്യ ഘടകമാണ് സഹനങ്ങൾ അവന് കൂടുതൽ ദൈവകൃപ കൊടുക്കുന്നതിന് ഇടയാക്കാം, ദൈവകൃപ നഷ്ടപ്പെടുത്താനും ഇടയാക്കാം. സഹനങ്ങളെ മറുതലിച്ചുകൊണ്ട് അതിനെ എതിരിട്ടാൽ, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ കൃപ നഷ്ടപ്പെടും. എന്നാൽ സഹനങ്ങളെയും വിപരീത അനുഭവങ്ങളെയും നല്ല അനുഭവങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും ദൈവഹിതത്തോട് ചേർന്നുകൊണ്ട് സ്വീകരിച്ചാൽ കൃപ വളർന്നു വരും. നമ്മുടെ സഹനങ്ങളുടെ നടുവിൽ ഇടറാതെ നിൽക്കണമെങ്കിൽ ഈ കൃപ വേണം. അപ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, നമ്മൾ ബലഹീനരും പാപികളുമാണ്, ഞാനും നിങ്ങളുമൊക്കെ ബലഹീനരാണ്. ചിലപ്പോഴൊന്നും നമുക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിലും നമ്മൾ മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വീണ്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. മനസാന്തരത്തിൻ്റെ തുടരനുഭവങ്ങൾ അനുദിന ജീവിതത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം കുമ്പസാരവേദിയിൽ അണഞ്ഞ് പരിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സജീവമായി പങ്കെടുത്തുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ വീണ്ടും നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവം ചില സമയങ്ങളിൽ പ്രത്യേകമായ വിധം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത് മാതാവിൻ്റെ ജീവിതത്തിൽ അവൾ സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണെങ്കിലും മംഗലവാർത്തയുടെ വേളയിലാണ് ഏറ്റവും സവിശേഷമായ ഒരു ഇടപെടൽ ദൈവം നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവം ഇടപെടും, സവിശേഷമായ ഇടപെടലുകൾ ഉണ്ടാകും. ആ ഇടപെടലുകൾ തിരിച്ചറിയാൻ വേണ്ടി കാത്തു നിൽക്കണം. അത്തരം ഇടപെടലുകളുടെ നടുവിൽ ചിലപ്പോൾ സഹനങ്ങളാകും, വേദനകളാകും, വ്യത്യസ്തമായ അനുഭവങ്ങളാകും. അവിടെയൊക്കെ നമ്മൾ ഈ ദൈവകൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. അസാധ്യമായിട്ടുണ്ട് എന്ന് കരുതുന്നവ, എൻ്റെ ജീവിതത്തെ തകർത്തു കളയുമെന്ന് ചിന്തിക്കുന്നത്, എങ്ങനെ പരിഹരിക്കും എന്ന് വ്യാകുലപ്പെടുന്നത് പരിഹരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പറ്റും. ദൈവചിത്തത്തിന് നമ്മെ സമർപ്പിക്കുമ്പോൾ, ദൈവകൃപയ്ക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ, അങ്ങനെ ദൈവകൃപ നിറഞ്ഞവരായി ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ